ആരാധകരുടെ മനസ്സിൽ എന്നും ഓർത്തുവെക്കുന്ന വിജയമാണ് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ നേടിയെടുത്തത്. മറ്റൊരു ടീമിനും ലഭിക്കാത്ത പിന്തുണയാണ് ഇന്ത്യക്ക് ദുബായിൽ ലഭിച്ചത്. ദുബായിൽ നിന്ന് സുരേഷ് വെള്ളിവിറ്റൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ക്രിക്കറ്റ് ആരാധകർ, ഇന്ത്യയിലെയും അതുപോലെ തന്നെ ദുബായിലെയും ക്രിക്കറ്റ് ആരാധകർ ഈ രാവ് ഉറങ്ങില്ല. കാരണം ഈ വിജയം അത്രയ്ക്ക് മധുരമാണ്. 12 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ചാമ്പ്യൻസ് ട്രോഫി കിരീടം സ്വന്തമാക്കുമ്പോൾ ഇതുപോലെയാണ് ആരാധകർ ഒഴുകി വരുന്നത്. 25,000 പേർക്ക് ഇരിക്കാവുന്ന സ്റ്റേഡിയത്തിൽ അതിലധികം ആളുകൾ, 30,000-ഓളം പേർ എത്തുക. അവസാനം വരെ ത്രസിപ്പിക്കുന്ന ഒരു മത്സരം, വെടിക്കെട്ടും അതോടൊപ്പം തന്നെ ട്രോഫി വിതരണവും എല്ലാം കണ്ട് നിറഞ്ഞ ചിരിയുമായിട്ട് ആളുകൾ ഇറങ്ങി വരിക. 2000-ൽ 4 നൂറ്റാണ്ട് മുൻപ് ന്യൂസിലാൻഡ് ഇന്ത്യയെ തോൽപ്പിച്ചതാണ് ഫൈനലിൽ. അതിനുള്ളൊരു പ്രതികാരം വീട്ടാൽ 12 വർഷമായും കാത്തിരുന്നു ഈ ഒരു ട്രോഫിക്ക് വേണ്ടി. അത് രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിൽ ഇന്ത്യ സ്വന്തമാക്കുകയും ചെയ്തിരിക്കുന്നു. ആ സന്തോഷമുണ്ട് എല്ലാവരുടെയും മുഖത്ത് തന്നെ. കാരണം ഇത്രയ്ക്ക് ഇതൊരു ഹോം ഗ്രൗണ്ട് അല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഇന്ത്യയുടെ ഹോം ഗ്രൗണ്ട് ആണെന്ന് തെളിയിക്കുകയാണ് ഇത്. അതെ, ഹോം ഗ്രൗണ്ട് ആണ് തെളിയിച്ചു. ആഘോഷം എന്ന് പറയുന്നത് നമുക്ക് മറന്നുപോയിട്ട്, എന്താ പറയാ, മനം മറന്നുപോയിട്ട് ഇന്ത്യ 3ാമത്തെ പ്രാവശ്യം ചാമ്പ്യൻസ് ട്രോഫി കയറിയിട്ടിരിക്കുകയാണ്. എന്താണ് സന്തോഷം? Very happy, very happy with the India winning. This is the last match. We have thoroughly enjoyed the match till the last ball, and we enjoyed India winning. India. നല്ല കളിയായിരുന്നു. ഒരു 300 റണ്ണൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടഫായി പോയാണ്. ഇതാണ്, ഇത്രത്തോളം ആവേശമുണ്ട് എല്ലാവർക്കും. ഇനി ഒരു അന്താരാഷ്ട്ര മത്സരം വന്നാലും അവിടെയും നമ്മൾ വിജയിക്കുമെന്ന് ഓരോരുത്തരും പറഞ്ഞുകൊണ്ടാണ് സ്റ്റേഡിയത്തിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത്. ദുബായിൽ നിന്നും മുഷീർ കൊടിയിലൊപ്പം സുരേഷ് വെള്ളിമുറ്റം, മാതൃഭൂമി.